narcotics is a dirty business. നാളെ പോയി സിനിമ ആണ് പിള്ളേരെ. അത് ഇതൊരു വലിയ സർപ്രൈസ് ആണ്. മോർ ദാൻ ദ സർപ്രൈസ്, ഇറ്റ്സ് എ വെരി ജെന്യുവിൻ അപ്രോച്ച് അല്ലേ. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു സന്ദേശമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ സിനിമയിൽ ചെയ്തതും അത് തന്നെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് സീസൺ എന്നാണ്, പത്മരാജൻ. ആ സിനിമയിൽ അന്ന് ആ സിനിമയിലെ കഥാപാത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളം വളരെയധികം ഒരു ഡ്രഗ് ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു. സോ വീണ്ടും നമ്മൾ പറയുകയാണ്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു നല്ല റിസപ്ഷൻ തന്നതിന്, ഇങ്ങനെ ഒരു വാം വെൽക്കം തന്നതിന്, ഈ സിനിമയെ നിങ്ങൾ നെഞ്ചോട് സ്വീകരിച്ചതിന്. കാരണം കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. വീണ്ടും സർപ്രൈസുകൾ തരാൻ മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ജോയി ലൂക്കാസിനും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് വിഷ് എ വണ്ടർഫുൾ നൈറ്റ്. ആൻഡ് ദിസ് വാസ് എ ഫാബുലസ് ഷോ. ഹു ആർ ഡൺ ഇറ്റ് ഗ്രേറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് യു ഓൾ വണ്ടർഫുൾ നൈറ്റ്. നാളെ പോയി സിനിമ ആണ് പിള്ളേരെ. ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ. ഒരു പക്ഷേ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തീർന്നേക്കാവുന്ന ഒരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പൊ നാളെ ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ, ഒരുപാട് വാതിലുകൾ, ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങൾക്ക് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊരു വലിയ സിനിമ എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2019 റിലീസായ ലൂസിഫർ അതിന്റെ തിയേറ്ററിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ പല വ്യൂയിങ് പ്ലാറ്റ്ഫോംസിലൂടെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സംസാരം. സോ താങ്ക് യു ഓൾ ഫോർ ഇറ്റ്. നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. റെക്കോർഡുകൾ തകർത്തു. 25 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ യാത്രയാണത്. അപ്പോൾ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട് ഭാഗ്യം തരുന്നു. നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അതിലൂടെയാണ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് മുൻപോട്ടും ഈ സിനിമയിലൂടെ തന്നെ എല്ലാം അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അല്ല, ശരിക്കും അത് അങ്ങനെ വേദന എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് മോഹൻലാൽ സാറ് എൻ്റെ എല്ലാമാണ്. ഞങ്ങൾക്ക് കുറെ പേർക്ക് അല്ല, അപ്പൊ അങ്ങനെ എല്ലാമായിട്ട് മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ ചേർന്ന് നിന്ന് രാജുവും പറയുന്നു, ഞാനും കൂടെ ഉണ്ട് ആ സ്വപ്നങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ലാൽ സാറിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും പുറകിൽ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രചോദനവും ഇതുപോലുള്ള സ്വപ്നങ്ങൾക്കും ഇതുപോലുള്ള ബഡ്ജറ്റിലുള്ള സിനിമകളും ചേർന്ന് നിന്നെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗോവർദ്ധന്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ കുറെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് മേ ബി ഇപ്പോൾ 10 മണിയായി, 6 മണിക്കാണ് ആദ്യത്തെ ഷോ. ഞങ്ങൾ എല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ചത്. അത് ലൂസിഫർ കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ വന്നപ്പോൾ അതിൽ ഗോവർദ്ധന്റെ തിരിച്ചുവരവും അതിന്റെ ഒരു കണ്ടിന്യൂവേഷനും ചെയ്യാൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടനും രാജുവും സംസാരിച്ചു കഴിഞ്ഞു. സോ അധികം സംസാരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദ ഫിലിം ആൻഡ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്.
അതിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ ആ ഡയലോഗ്സ് കേൾക്കാമല്ലോ. നമുക്കൊന്ന് കേൾക്കണ്ടേ? ലൈവായിട്ട് അത് കേൾക്കണ്ടേ? ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില രഹസ്യങ്ങളാണ് ലൈവിലുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. നാളെ രാവിലെ പറ്റും. ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് കിട്ടണില്ല. സോ എനിവേ താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. എന്നെങ്ങനെ തരുണി മൊഴികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത്, വേറെ എന്നെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ എന്നെയും ഭാഗമാക്കിയതിന് രാജുവേട്ട, മുരളിച്ചേട്ട, ആന്റണി ചേട്ട, ലാലേട്ട എല്ലാവർക്കും നന്ദി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇന്ദിരേട്ടൻ്റെ, മഞ്ജുച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, വേറെയും ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാസ്റ്റിംഗ് ക്രൂ ഗംഭീര കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. എന്നെയും ഇതിൻ്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, 10 മണിയായി. ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് അനുകരണീയമാണ്. താങ്ക് യു സോ മച്ച്. ഇവരെ കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല, ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി ഉപദേശിച്ചിട്ടും വില്ലനാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ അല്ലെ? പക്ഷെ ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയൂ അല്ലേ? ഈ ഇങ്ങനെയുള്ള ലഹരികളുടെ ആവശ്യമില്ല. അത് ജീവിതം തന്നെയാണ് ലഹരി. ജീവിതത്തിൽ നമ്മുടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആനന്ദം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. അത് പ്രത്യേകിച്ച് ഈയിടെയായിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടു സിന്തറ്റിക് ലഹരിയെ പറ്റി. അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ്. അത് ഇപ്പോൾ അതിന് എതിരുള്ള ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും നടക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോടെ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അതിനേക്കാൾ വലിയൊരു പടമാണ്. രാജുവേട്ടത് ചെറുതെന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ ഇതിന്റെ കണ്ടിടത്തോളം ഇത് വലിയൊരു പടമാണ്. അപ്പൊ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. നേരം വൈകിയെന്നറിയാം. എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, ഒരു മുഹൂർത്തമാണിത്. നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം, ആസ്വദിക്കണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ 2 പേരെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ്. അതിൽ സ്റ്റീഫൻ ഇല്ല, അതിൽ ഖുറേഷി ഇബ്രാഹിം ഇല്ല. യു വിൽ ഓൾവേസ് അത് ഇഷ്ടപ്പെടാൻ പോകുന്ന അതിൻ്റെ ക്രാഫ്റ്റാണ്. ആ സിനിമയുടെ അവസാനമാണ്. കാര്യം ആ സിനിമയുടെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട്. അതിപ്പോൾ പറയുന്നു ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാം, ഉറക്കം പോട്ടെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് an oath to say yes to life and no to drugs. And ഇതോടൊപ്പം തന്നെ it's not ഒരുപാട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. Ladies and gentlemen, can we have a big round of applause? And this tells, say no to drugs and work on art, work on movies, work on your hobbies. ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 2 വാക്ക് പറഞ്ഞാൽ വിൽ ബി വെരി ഹാപ്പി. ഞാൻ വന്നപ്പോഴേ കണ്ടു. ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. താങ്ക് യു വെരി മച്ച്. എനിക്ക് എടുത്തോണ്ട് പോയത് താങ്ക് യു. ഞാൻ വെറുതെ പറഞ്ഞ ഗുഡ് ക്രിയേറ്റിവിറ്റി. വിഷ് ഓൾ ദി ബെസ്റ്റ്. വാട്ട്സ് യുവർ നെയിം? താങ്ക് യു അജയ്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.
ഒരു റിക്വസ്റ്റ്, ഞങ്ങളൊന്ന് മനസ്സമാധാനമായിട്ട് കാറിലോട്ട് പോയിക്കോട്ടെ. സോ താങ്ക് യു വെരി മച്ച്. So ladies and gentlemen, Kochi, let us show some love. ടോണി അങ്ങോട്ട് വേണം നമുക്ക് എല്ലാവരും. Yes. ടോണി കുറച്ചൊന്നും ഇങ്ങോട്ട് വരും. ഇവിടെ ഏറ്റവും എനർജി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. So once again to the entire team, we know we took a lot of time, but we're very sorry for that. But it's all about a grand celebration. We are all set for tomorrow.